ഏട്ടനോടുള്ള അവളുടെ സ്നേഹം എനിക്ക് സഹായം ചെയ്ത് അവളെ തെളിയിച്ചിരിക്കുക. എന്നെങ്കിലും ഒരു ദിവസം അതേ സ്നേഹം എനിക്കും കിട്ടുവേട്ടാ. ഇനി മുതൽ തന്റെ എല്ലാ കാര്യങ്ങളും അനു തന്നെയല്ലേ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു അവസരമായി കണ്ട് അവളോട് എടുക്കാം. അതുകൊണ്ട് ഏട്ടാ, ആ കുഞ്ഞു മനസ്സ് ഞാൻ കഷ്ടപ്പെടുത്തിയത്. അവളുടെ കുഞ്ഞു കൈകൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും പാവം. അമ്മയോട് ദേഷ്യപ്പെട്ട ഒരു മകൾക്ക് കുറച്ചൊക്കെ വേദന ഉണ്ടാവട്ടോ. ഇല്ല ഏട്ടാ, എന്റെ കുഞ്ഞിനെ ഞാൻ കഷ്ടപ്പെടാൻ വിടില്ല. നാളെ തന്നെ ഈ കെട്ടഴിച്ചിട്ട് എന്റെ ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അപ്പോ താൻ കഷ്ടപ്പെടാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പണിഷ്മെന്റിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ആരാ അത്? ഇത് ഞാനാ, എന്നെ നോക്ക്. ആന്റി ആയിരുന്നോ? നൈറ്റ് ടൈമില് ഇങ്ങനത്തെ മേക്കപ്പ് ഒക്കെ എന്തിനാ? ഈ സമയത്ത് ട്യൂഷൻ മാസ്റ്ററും വീട്ടിലേക്ക് വരില്ലല്ലോ. ഈ മേക്കപ്പ് മാഷിന് വേണ്ടി അല്ലടി, പിന്നെ മോഡലിംഗിന് വേണ്ടി. എന്താ ആന്റി മോഡലിംഗ് ചെയ്യാൻ പോവുകയാണോ? ആ, എനിക്കെന്താ കുറവ്? അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന നിന്നെ മോഡലാക്കി കാണിക്കാന്ന് ആ മാനേജർ പറഞ്ഞെങ്കി സർവ ഐശ്വര്യങ്ങളും തികഞ്ഞ എന്നെ മേക്കപ്പില് കാണുകയാണെങ്കി എന്നെ മിസ് ഇന്ത്യയോ മിസ് വേൾഡോ ചിലപ്പോഴാക്കി വെക്കും. ഞാൻ അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണെന്നോ? ആന്റി സർവ ഐശ്വര്യം തികഞ്ഞവളാണെന്നോ? ആ, അത് എനിക്കതൊരൽപ്പം വണ്ണം കൂടുതലാ, അത്രയല്ലേ ഉള്ളൂ. അതിനിപ്പെന്താ? രാവിലെ യോഗ, ഉച്ചക്ക് ജിമ്മ്, വൈകുന്നേരം സ്കിപ്പിംഗ് ഞാൻ ചെയ്തു വെച്ചോ. മെലിഞ്ഞ് സുന്ദരിക്കുട്ടി ആവില്ലേ ഞാൻ? എക്സസൈസ് ചെയ്ത് സ്ലിം ആവുന്നതൊക്കെ ഓക്കെ. ആന്റിയുടെ പ്രായം എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അതിനെനിക്ക് ഒരുപാട് പ്രായമായിട്ടൊന്നുമില്ലല്ലോ. ആ, നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ 4 സഹോദരിമാരിൽ മൂത്തയാളായിട്ടേ തോന്നൂ. കേട്ടിട്ടില്ലേ, വെയിറ്റ് കുറയുമ്പോ പ്രായവും താനെ കുറഞ്ഞോളൂ. ആഗ്രഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഈ പ്രായത്തിലാണോ മോഡലിംഗ്? പോ ആന്റി, ഒന്ന് പോയേ. നിനക്ക് അസൂയ. അസൂയയോ? എന്റെ അത്രയും ഭംഗി നിനക്കില്ലാത്തതിന്റെ കൂശുംപാടി. മോഡലിംഗില് നിനക്കെതിരെ ഞാൻ വരുമോന്നുള്ള പേടിയാ. പ്ലീസ് ആന്റി, ഞാൻ ഇപ്പോഴായിട്ടാ ഡിന്നർ കഴിച്ച്. വോമിറ്റിംഗ് വരുന്ന തരത്തിൽ സംസാരിക്കല്ലേ. ഓടി, നിനക്ക് ഭയങ്കര അസൂയ. മോളെ കാർത്തികേ, ഞാന് ഇതൊക്കെ കൊണ്ടുപോയിക്കോട്ടെ. എല്ലാം എടുത്തോണ്ട് പോയിക്കോ. ഓക്കെ മോളെ. ഒന്ന് മാറിക്കേ. ബൈ. പോയി. അമ്മേ. ആ, മോഡലിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അഖിൽ വന്നുടനെ ചോദിക്കണം. എത്തിയായിരുന്നു അഖിൽ? കോഫി കൊണ്ടുവരട്ടോ, വെള്ളം കൊണ്ടുവരട്ടോ, അതോ ഞാൻ നിനക്ക് വേണ്ടി ജ്യൂസ് കൊണ്ടുവരട്ടോ? എന്താടി, ഞാൻ വാ തുറന്ന് ചോദിച്ചപ്പോഴും തരാത്ത മോളാണല്ലോ നീ. ഇപ്പൊ എന്തു പറ്റി? ചോദിക്കാണ്ട് ഓഫറിന് മേലെ ഓഫർ തരാണല്ലോ. അയ്യോ, എന്താ ഇങ്ങനെ പറയുന്നേ? ഓഫീസിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന ഭർത്താവിന് കെയർ കൊടുക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയല്ലേ? അങ്ങനെയാണോ? എന്നോട് വെറുതെ സിനിമ ഡയലോഗ് ഒന്നും അടിക്കാൻ നിക്കല്ലേ നീ. എന്തോ പറയാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. ആദ്യം അത് പറയും. മോർണിംഗ് ആന്റിയുടെ കൂടെ ഞാൻ പുറത്തു പോയിരുന്നു. അതെ, എന്റെ ഫ്രണ്ട് രമ്യ ഞാൻ മീറ്റ് ചെയ്തിരുന്നു. മോഡലിംഗ് ചെയ്യൂ അവള്. ഓ, ഭയങ്കര സുന്ദരിയൊന്നുമല്ല, ആവറേജ് സൗന്ദര്യമുള്ളൂ. അവളെ വെച്ച് എന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാനേ ടോപ്പ് മോഡൽ ആവുകയുള്ളൂ. അഫ്കോഴ്സ് എനിക്ക് 1-2 ചാൻസസ് കിട്ടിയതാ. പക്ഷേ ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പക്ഷെ ഞാൻ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്താ
ടോപ്പ് മോഡൽ ആകുന്നത് കൺഫേം. എന്താ ശരിയല്ലേ? എന്താടി ഇൻഡയറക്റ്റായി മോഡലിംഗ് ചെയ്യണമെന്ന് പറയാണ്? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇനി അത് ചെയ്തേ പറ്റുള്ളൂന്നാണെങ്കിൽ നിന്റെ കൈയും കാലും തല്ലി ഒടിച്ച് ഞാൻ നിന്റെ വീട്ടിലേക്ക് പാഴ്സലായിട്ട് അയക്കും. മോഡലിംഗ് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെയുള്ള ചിന്ത വരുന്നത് തന്നെ തെറ്റാടി. അപ്പോ മോഡൽസ് എല്ലാവരും തെറ്റാണോ ചെയ്യുന്നത്? നീ മോഡലിംഗ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നത്. അതെന്റെ പാഷനാണ്. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള പാഷൻസ് സെറ്റ് ആവില്ല. അപ്പോ വസുവേട്ടത്തി അന്ന് ചെയ്തതോ? അന്ന് എടുത്തിക്കാത്ത അത്യാവശ്യമായിരുന്നു, വേറെ വഴിയില്ലെത്തോണ്ടാ ചെയ്തേ. നിനക്ക് അങ്ങനെ ഒരു അത്യാവശ്യമില്ല. ഞാനായിട്ട് നിന്നോട് അപേക്ഷിക്കുകയല്ലേ? ഇനി ഇതിനെപ്പറ്റി സംസാരിക്കാൻ നിൽക്കണ്ട. ഇനി ഈ ടോപ്പിക്കിനെ പറ്റി ഒരു അക്ഷരം വേണ്ടിയാ വാർണിംഗ് പോലും തന്നു വരില്ല. ചെന്ന് ടവൽ എടുത്തോണ്ട് വാ, ഒന്ന് കുളിക്കട്ടെ. എന്താടി നിനക്ക് ചെവി കേൾക്കാൻ പാടില്ലേ? നിനക്കെന്താ കൈയും കാലും ഇല്ലേ? നീ തന്നെ പോയി എടുക്ക പോ. എന്തൊക്കെയായിരുന്നു വന്നപ്പോ ഇത് വേണോ അത് വേണമെന്ന് വലിയ ബമ്പർ ഓഫർ ആയിരുന്നല്ലോ. ഇപ്പൊ ടവല് പോലും എടുത്തോണ്ട് വരാൻ വയ്യ. പറ്റില്ല. അത് കൊള്ളാം. നീ പറയുന്നതൊക്കെ ഞാൻ മിണ്ടാതെ കേട്ടോണ്ട് നിന്നാ എല്ലാ കാര്യങ്ങളും നീ ചെയ്തു തരും അല്ലേ? നിന്റെ വാക്ക് ഞാൻ കേട്ടില്ലെങ്കിൽ നീ ഒന്നും ചെയ്യില്ല. അത് മനസ്സിലായല്ലോ, ഇനി പോ. അയ്യോ, മാഡത്തിന് ദേഷ്യം മൂക്കിന്റെ തുമ്പത്താണല്ലോ. ബട്ട് ഐ ഡോണ്ട് കെയർ. എന്റെ ടവൽ എനിക്ക് എടുക്കാനും അറിയാം, തനിയെ കുളിക്കാനും അറിയാം. മോഡലിംഗ് ചെയ്യട്ടോ എന്ന് ചോദിച്ചപ്പോ അഖില സമ്മതിക്കുന്നില്ലല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? സി ഭരത്, അഭിപ്രായങ്ങൾ ഒന്നായാലും സൗഹൃദങ്ങൾ ഉണ്ടാവും, അതുപോലെ മനസ്സുകൾ ഒന്നായാലും സ്നേഹവും ഉണ്ടാവും. ലൈഫ് ലോങ് ഒന്നിച്ച് ജീവിക്കാന്നുള്ളൊരു വിശ്വാസം വരുമ്പോഴാണ് നമ്മൾ വിവാഹത്തിലേക്ക് എത്തുന്നത്. വാക്ക് തർക്കങ്ങൾക്കൊടുവിൽ സുഹൃത്തുക്കൾ പിരിഞ്ഞേക്കാം, മനസ്സുകൾ തകർന്ന് സ്നേഹിക്കുന്നവരും പിരിഞ്ഞേക്കാം. എന്നാൽ ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷവും ദമ്പതികൾ ഒരിക്കലും പിരിയാൻ പാടില്ല. ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള വിശ്വാസം നമ്മൾ അവസാനം വരെയും സംരക്ഷിക്കണം. വിവാഹമോചനം വാങ്ങി പിരിയാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നോക്ക് ഭരത്, നീ പറയുന്ന എല്ലാം എനിക്ക് മനസ്സിലാവും. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നല്ലതും ചീത്തയുണ്ട്. നല്ലത് നമ്മൾ എടുത്തിട്ട് ചീത്തയും കളഞ്ഞേക്കണം. അങ്ങനെയാണെങ്കിലേ ആ പാർട്ട്ണറോടൊപ്പം ലൈഫ് ലോങ് നമുക്ക് ജീവിക്കാൻ കഴിയും. നീ ശരിക്കും അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളിൽ ഒരു കുറവും കാണാൻ ശ്രമിക്കരുത്. മനുഷ്യർക്കിടയിൽ സ്നേഹം ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവുന്നത്. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുക, നമ്മൾ അവരെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ അവർ സ്നേഹിക്കും. നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവളും നിന്നെ സ്നേഹിക്കും. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. സന്ധ്യയുടെ മരണത്തിന് ശേഷം വേറൊരു വിവാഹം വേണ്ടെന്നേ കരുതിയതാ. എന്നാൽ വസുന്ധര വന്നതിന് ശേഷം എന്റെ ജീവിതം തന്നെ മാറിപ്പോയി. ഒരുപക്ഷെ ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ വസുവിനെ പോലെ ഒരു പെൺകുട്ടി എനിക്ക് മിസ്സാവുന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. അവൾ ഒരുപാട് ഗുണവും നന്മകളുള്ള വ്യക്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അവൾക്കറിയാം. എന്റെ മനസ്സെങ്ങനെയാണെന്നും അവൾക്ക് നന്നായിട്ടറിയാം. എനിക്കായിട്ടൊരു സ്പേസ് തന്ന് എന്നെ ഒരു രീതിയിലും മാറ്റാതെ എനിക്ക് ജോഡിയായി തുണയായി ഞാനുണ്ടെന്ന് അവൾ പറയാതെ തന്നെ എന്നോട് പറഞ്ഞു. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്താടാ വേണ്ടത് എന്നുവെച്ച് ഞാൻ പറയുന്ന എല്ലാം ഒന്നും അവൾ കേൾക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടും, ഞങ്ങൾ വഴക്കും കൂടും. ചില സമയങ്ങളിൽ എന്നെ എതിർത്ത് വരെ സംസാരിക്കും. എന്നെ അറിയിക്കാതെ എന്നോട് പറയാതെ ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്യും. അപ്പോ ആ സമയത്ത് എനിക്ക് അവളോട് നല്ല ദേഷ്യം തോന്നും. പക്ഷെ ഞാൻ മിണ്ടാതിരിക്കും. സംസാരിച്ച പിന്നെ അത് വഴക്കാവോടാ. പിന്നെ രണ്ടുപേരും പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ.
അല്ല, കോഫി തണുത്തിരിക്കുകയാണല്ലോ. ഞാൻ ഏട്ടന്റെ ഭഗവത്ഗീതയൊന്നും കേട്ടില്ല. കേൾക്കാതെ തന്നെ ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞ ഭഗവത്ഗീത എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ശ്ലോകങ്ങളെല്ലാം അറിയണമെന്നുണ്ടോ ഏട്ടാ? ഓ, അങ്ങനെയാണ് കാര്യല്ലേ. അതൊക്കെ പോട്ടെ, ഏട്ടന്റെ ഭാര്യയെ കുറിച്ച് മറ്റൊരാളോടൊക്കെ എന്തിനാ പറയാൻ പോകുന്നേ? അല്ല, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞത്. ചിലതൊക്കെ മനസ്സിൽ തന്നെ വെച്ചേക്കേണ്ടതാ, മറ്റൊരാളോടൊന്നും പറയാൻ പാടില്ല. അപ്പോ എന്നോട് പറയാത്ത എന്തോ ചില കാര്യങ്ങൾ തന്റെ മനസ്സിലുണ്ടല്ലേ? ഉണ്ടെങ്കിലും ആരെങ്കിലും പുറത്തു പറയോ? എന്തു പറ്റി വസു? ഒറ്റയ്ക്ക് നിന്നിങ്ങനെ നാണിക്കുക? എന്നോട് ഷെയർ ചെയ്യാൻ തോന്നുവാണെങ്കിൽ പറയാൻ കേട്ടോ. ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടാ. എന്തിനാണാവോ? ഏട്ടന്റെ മനസ്സില് ഞാനുണ്ട്. അതൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഏട്ടൻ എന്നെ പ്രണയിക്കുന്നുണ്ട്. അതും എനിക്കറിയാം. ചേച്ചിക്ക് അതെങ്ങനെ അറിയാം? ഏട്ടൻ സംസാരിക്കുന്നത് ചേച്ചി കേട്ടോ? കണ്ടു. എന്താ ചേച്ചി കണ്ടത്? എന്റെ അനിയൻ നിന്നെ സാരി ഉടുപ്പിക്കുന്നത് ഞാൻ കണ്ടു. സാരി ഉടുപ്പിച്ചാൽ പ്രണയം ഉണ്ടെന്നാണോ? ഭാര്യ ഏത് സാരിയാണ് ഉടുത്തിരിക്കുന്നതെന്ന് നോക്കാത്ത ഭർത്താക്കന്മാരുള്ള ഈ കാലത്ത് സ്വന്തം ഭാര്യയ്ക്ക് സാരി ഉടുത്തു തരണമെങ്കിൽ ആ ഭർത്താവിന് ഭാര്യയോട് എന്ത് സ്നേഹമായിരിക്കും. സത്യ ചേച്ചി, അദ്ദേഹം എന്നെ മനസ്സുകൊണ്ട് പ്രണയിക്കുന്നുണ്ട്. പക്ഷേ എന്നോട് അദ്ദേഹം അത് പറയുന്നില്ല. അപ്പോ നീ പറഞ്ഞോ? എന്താ ചേച്ചി? നിനക്കും അഭിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം എപ്പോഴെങ്കിലും നീ അഭിയോട് പറഞ്ഞിട്ടുണ്ടോ? നീയും പറയില്ല, എന്നാൽ അഭിയും പറയില്ല. എന്നാൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. എന്നാ രണ്ടുപേരും പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. കുട്ടികൾക്ക് വേണ്ടി കല്യാണം കഴിച്ചു എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഒരു പക്ഷേ അതാണോ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം പുറത്തു കാട്ടാൻ അനുവദിക്കാത്തത്? ഒരിക്കലെങ്കിലും നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നല്ലതാണ് വസു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആവണം. സ്നേഹത്തിന്റെ കാര്യമൊന്നും ആണുങ്ങൾ അത്ര പെട്ടെന്ന് സമ്മതിച്ചു തരില്ല. വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും പ്രവൃത്തി കൊണ്ട് അവർ സ്നേഹം പ്രകടിപ്പിക്കും. അതാദ്യം പറയേണ്ടത് നമ്മൾ തന്നെയാണ് വസു. രണ്ടാമതൊരു കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ വസുവിനെ പോലെ ഒരു പെൺകുട്ടി എനിക്ക് മിസ്സാവുന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അവൾക്കറിയാം. എന്റെ മനസ്സെങ്ങനെയാണെന്നും അവൾക്ക് നന്നായിട്ടറിയാം. എന്നെ ഒരു രീതിയിലും മാറ്റാതെ എനിക്ക് ജോഡിയായി, തുണയായി ഞാനുണ്ടെന്ന് അവൾ പറയാതെ തന്നെ എന്നോട് പറഞ്ഞു. അധികം വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അബിയോട് നിന്റെ സ്നേഹം തുറന്നു പറയും. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണം. എന്നാലേ നിങ്ങളുടെ മാരീഡ് ലൈഫ് പൂർണ്ണമാവുള്ളൂ. പറയാം ചേച്ചി. മറ്റന്നാൾ ഏട്ടന്റെ ബർത്ത്ഡേ അല്ലേ, അന്ന് ഏട്ടനൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത് മനസ്സിലുള്ളത് തുറന്ന് പറയാം. എന്താ പറ്റിയത് വസു? ഇനി എന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ചേച്ചി ഇപ്പൊ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. എത്രയും പെട്ടെന്ന് അബിയോട് നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയേ.
മോഡലിംഗ് ചെയ്യാൻ അഖില സമ്മതിക്കുന്നില്ല. പക്ഷെ എനിക്ക് മോഡലിംഗ് ചെയ്തേ പറ്റൂ. നാളെ ഒരു ദിവസം ഞാൻ വലിയ മോഡലാകുമ്പോ അഖില താനെ കൺവിൻസ് ആയി പ്രൗഡ് ഫീൽ ചെയ്യും. എന്താടി സീരിയസ് ആയിട്ട് ആലോചിക്കുന്നേ? ഞാൻ എന്താലോചിച്ചാലും നിങ്ങൾക്ക് എന്താ? അങ്ങനെയല്ലടി, നീ എവിടെ പോവാനാ റെഡിയാവുന്നേ? ഞാൻ എവിടെ പോയാലും ആന്റിക്ക് എന്താ? എന്ത് പറ്റി നിനക്ക്? നിന്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാ ഞാൻ ഹെൽപ്പ് ചെയ്യില്ലേ? എന്റെ എല്ലാ കാര്യങ്ങളും ആന്റിയുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആന്റിയുടെ ജോലി പോയി നോക്ക്. ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ഇറങ്ങുന്ന സമയത്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ദേഷ്യം വരും. ഇവക്കെന്തോ വട്ട് പിടിച്ചെന്നാ തോന്നേ. മാനേജറിന് ആദ്യം കോൾ ചെയ്ത് ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് വരട്ടോ എന്ന് ചോദിക്കാം. ഹലോ സർ, ഞാൻ കാർത്തിക. ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് വരട്ടെ? വെൽക്കം മാഡം, വന്നോളൂ. താങ്ക് യു സർ. അമ്മയോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഓഫീസിലേക്ക് പോണം. അമ്മേ, കോഫി. ഭാസ്കർ ഓഫീസിലേക്ക് പോയോ ഭാവനെ? ദേ ഇപ്പൊ അഖിലും ഏട്ടനും പോയതേ ഉള്ളൂ അമ്മേ. അബി ആഹാരം കഴിച്ചോണ്ടിരിക്കുക. ഏട്ടാ, ഏട്ടന്റെ കൂടെ ഞാനും പുറത്തേക്ക് വരിക. എവിടേക്ക് പോകാനാ വസുന്ധര? ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്കൊരു സാധനം വാങ്ങണം. അതെന്താണെന്ന് എന്നോട് പറ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അത് ഏട്ടനോട് പറയാൻ പറ്റുന്ന കാര്യമല്ല. എന്നെ ഷോപ്പിലേക്കൊന്ന് ആക്കിയാ മതി, ഞാൻ വാങ്ങിക്കോളാം. ഷുവർ, ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാം. താൻ പെട്ടെന്ന് റെഡി ആയിട്ടോ. ബൈ ഏട്ടത്തി. നീ എന്താ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയൂ വസു. മറ്റന്നാൾ ഏട്ടന്റെ ബർത്ത്ഡേ അല്ലേ ചേച്ചി? ഒരു നല്ല ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത് ഏട്ടനോട് എന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയണം ചേച്ചി. അതെന്തായാലും നന്നായി വസു, അങ്ങനെ തന്നെ ചെയ്യും. അബിയുടെ പിറന്നാളിന് തന്നെ നിങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിക്കാൻ പോകുന്നെന്ന് തോന്നുന്നു. നീ പൊയ്ക്കോ, ഞാൻ ചെയ്തോളാം. താങ്ക്സ് ചേച്ചി. അമ്മേ, എന്താ കാർത്തികേ, നീ ഇങ്ങോട്ടാ പോകുന്നേ? അമ്മേ, ഞാനത് എന്താണെന്ന് പറയും മോളെ. ഞാനൊന്ന് എന്റെ വീട്ടിലേക്ക് പോയിട്ട് വരട്ടെ. ഇപ്പോഴോ? ഇന്നലെ രാത്രി ഞാൻ മോമിനെയും ഡാഡിനെയും സ്വപ്നം കണ്ടു. എനിക്ക് അവരെ ഒന്ന് കാണാൻ തോന്നുന്നു. ഈവനിങ്ങിന് മുന്നേ ഞാൻ തിരിച്ചെത്തും. ഇത് നീ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അഖിലിനോട് ഓഫീസിൽ പോകാൻ പറയാതെ നിന്റെ കൂടെ വരാൻ പറയുമായിരുന്നല്ലോ. അത് സാരമില്ല അമ്മേ, വെറുതെ അഖിലിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ക്യാബിൽ പോയി ക്യാബിൽ തിരിച്ചു വരാം. ശരി, പോയിട്ട് വാ. അച്ഛനെ അമ്മയെ ഞാൻ അന്വേഷിച്ചെന്ന് പറയൂ. സൂക്ഷിച്ചു പോണേ, വേഗം വരണം കേട്ടോ. താങ്ക് യു അമ്മേ. എന്നോട് പുറത്തു പോവാണെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഏട്ടത്തിയോട് സ്വന്തം വീട്ടിലേക്ക് പോവാണെന്ന് പറയുന്നു. ഇനി വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പണി വാങ്ങാൻ പോവാണോ ഇവള്? എവിടെ പോവാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്താടോ, താൻ നല്ല ഹാപ്പിയിലാണല്ലോ. എന്താ കാര്യം? സസ്പെൻസ്. സസ്പെൻസോ? സർപ്രൈസും ആണ്. സർപ്രൈസോ? എന്താണെന്ന് പറയേ. ഏട്ടനൊരു വലിയ ഇവന്റ് ഓർഗനൈസർ ഒക്കെ അല്ലേ? സസ്പെൻസ് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ നേരത്തെ പറയാൻ പാടില്ലാത്തതാണെന്ന് അറിയില്ലേ?